ഇന്നത്തേക്ക് വായിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ഭാഗം ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. അനന്തരം മനുഷ്യൻ തൻ്റെ ഭാര്യയായ ഹവ്വായെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് കായീനെ പ്രസവിച്ചു. യഹോവയാൽ എനിക്കൊരു പുരുഷപ്രജ ലഭിച്ചു എന്ന് പറഞ്ഞു. പിന്നെ അവൾ അവൻ്റെ അനുജനായ ആബേലിനെ പ്രസവിച്ചു. ആബേൽ ആട്ടിടയനും കായീൻ കൃഷിക്കാരനും ആയിരുന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കായീൻ നിലത്തെ അനുഭവങ്ങളിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊണ്ടുവന്നു. ആബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ആബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു. കായീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കായീന് ഏറ്റവും കോപമുണ്ടായി. അവൻ്റെ മുഖം വാടിയെന്നാറെ യഹോവ കായീനോട്, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നതും എന്ത്? നീ നന്മ ചെയ്യുന്നതെങ്കിൽ പ്രസാദം ഉണ്ടാകുകയില്ലയോ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിക്കൽ കിടക്കുന്നു. അതിൻ്റെ ആഗ്രഹം നിങ്കിലേക്ക് ആകുന്നു. നീയോ അതിനെ കീഴടക്കണമെന്ന് കൽപ്പിച്ചു. എന്നാറെ കായീൻ തൻ്റെ അനുജനായ ആബേലിനോട്, നാം വയലിലേക്ക് എന്ന് പറഞ്ഞു. അവർ വയലിലിരിക്കുമ്പോൾ കായീൻ തൻ്റെ അനുജനായ ആബേലിനോട് കയർത്ത് അവനെ കൊന്നു. പിന്നെ യഹോവ കായീനോട്, നിന്റെ അനുജനായ ആബേൽ എവിടെയെന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, ഞാൻ എൻ്റെ അനുജൻ്റെ കാവൽക്കാരനോ എന്ന് അവൻ പറഞ്ഞു. അതിനെ അവൻ അരുളി ചെയ്തത്, നീ എന്ത് ചെയ്തു? നിന്റെ അനുജൻ്റെ രക്തത്തിൻ്റെ ശബ്ദം ഭൂമിയിൽ നിന്ന് എന്നോട് നിലവിളിക്കുന്നു. ഇപ്പോൾ നിന്റെ അനുജൻ്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായു തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ നിന്റെ വീര്യം നിനക്ക് തരികയില്ല. നീ ഭൂമിയിൽ ഉഴന്നലയനാവും. കായീൻ യഹോവയുടെ എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാകുന്നു. ഇതാ, നീ ഇന്ന് എന്നെ ആട്ടിക്കളയുന്നു. ഞാൻ തിരുസന്നിധി വിട്ട് ഒളിച്ചു ഭൂമിയിൽ ഉഴന്നലയുന്നവനാവും. ആരെങ്കിലും എന്നെ കണ്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു യഹോവ അവനോട്. അതുകൊണ്ട് ആരെങ്കിലും കായീനെ കൊന്നാൽ അവന് 7 ഇരട്ടി പകരം കിട്ടുമെന്ന് അരുളി ചെയ്തു. കായീനെ കാണുന്നവർ ആരും കൊല്ലാതിരിക്കേണ്ടതിന് യഹോവ അവന് ഒരു അടയാളം വെച്ചു. അങ്ങനെ കായീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് ഏദെന് കിഴക്ക് നോദ് ദേശത്ത് ചെന്ന് പാർത്തു. കായീൻ തൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ആനോക്കിനെ പ്രസവിച്ചു. അവൻ ഒരു പട്ടണം പണിതു, ആനോക്ക് എന്ന് തൻ്റെ മകൻ്റെ പേരിട്ടു. ആനോക്കിനെ ഈരാദ് ജനിച്ചു. ഈരാദ് മെഹൂയാലേലിനെ ജനിപ്പിച്ചു. മെഹൂയായേൽ മെതുശലേമിനെ ജനിപ്പിച്ചു. മെതുശയേൽ ലാഖേമിനെ ജനിപ്പിച്ചു. ലാമെക്ക് 2 ഭാര്യമാരെ എടുത്ത് ഒരുത്തിക്ക് ആദാ എന്നും മറ്റവർക്ക് സില്ല എന്നും പേർ. ആദാ യാബോലിനെ പ്രസവിച്ചു. അവൻ കൂടാരവാസികൾക്കും പശുപാലകന്മാർക്കും പിതാവായി തീർന്നു. അവൻ്റെ സഹോദരന് യൂവാൻ എന്ന് പേർ. ഇവൻ കിന്നരവും വേണുവും പ്രയോഗിക്കുന്ന എല്ലാവർക്കും പിതാവായി തീർന്നു. സില്ല തൂബൽക്കൈനെ പ്രസവിച്ചു. അവൻ ചെമ്പുകൊണ്ടും ഇരുമ്പുകൊണ്ടുമുള്ള ആയുധങ്ങൾ തീർക്കുന്നവനായി തീർന്നു. തൂബൽക്കൈൻ്റെ പെങ്ങൾ നയമ ലാമേക്ക് തൻ്റെ ഭാര്യമാരോട് പറഞ്ഞത്, ആദായും സില്ലായുമായുള്ളവരെ, എൻ്റെ വാക്ക് കേൾപ്പിൻ. ലാമേക്കിൻ ഭാര്യമാരെ, എൻ്റെ വചനത്തിന് ചെവി തരുവിൻ. എൻ്റെ മുറിവിന് പകരം ഞാനൊരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. കായീന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യും. ആദാം തൻ്റെ ഭാര്യയെ പിന്നെയും പരിഗ്രഹിച്ചു. അവൻ ഒരു മകനെ പ്രസവിച്ചു. കായീൻ കൊന്ന ഹാബേലിന് പകരം ദൈവം എനിക്ക് മറ്റൊരു സന്തതി തന്നു എന്ന് പറഞ്ഞ് അവന് സേത്ത് എന്ന് പേരിട്ടു. സേത്തിനും ഒരു മകൻ ജനിച്ചു. അവനെ ഏനോഷ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഇവിടെ വേദപാഠം വായിച്ച് അവസാനിക്കും.